ഹൈ ഗൈസ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ സരള സുഖുവിൻ്റെ വീട്ടിലാണ്. ഇവിടെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ജാതി ഇങ്ങനെ പൂത്ത് കായ്ച്ച് നന്നായിട്ട് നിൽക്കുന്നത് കണ്ടൊരു അതിശയം തോന്നിയതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചീനെ ഒന്ന് കണ്ടതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം. ഹലോ, നമസ്കാരം ചേച്ചി. ചേച്ചി, ഈ ജാതി ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ഇത് ഒട്ടുജാതിയാ. ഇത് നഴ്സറിന്ന് വാങ്ങിയതാ. ഇപ്പൊ 6 വർഷം ആയി. 2 വർഷം കൊണ്ട് കായ്ക്കുന്നു. നല്ല കായും കിട്ടുന്നുണ്ട്. ഈ കായ് ഇതേലെ ഈ തോട് നമുക്ക് അച്ചാറിന് ഉപയോഗിക്കാം. അതിന്റെ ജാതിപത്രി നമുക്ക് അതെടുക്കാം. കുരു അതിന് കാശ് കിട്ടും. അപ്പൊ ഇത് 2 വർഷമാണ് കായ്ക്കാൻ തുടങ്ങി? 2 വർഷമായിട്ട് നല്ലപോലെ കായ്ക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു വർഷം ഏകദേശം എന്തുമാത്രം കായ കിട്ടുന്നുണ്ട്? അത് കായ എണ്ണിയല്ല, നമ്മൾ തൂക്കി ഓരോ വർഷം 2000 രൂപയൊക്കെ അതിന്റെ ജാതിപത്രിയും കുരുവും കൂടെ ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നല്ല വിളവാണ്. നല്ല വിളവാ. അപ്പൊ ഇതിന്റെ ജലസേചന എങ്ങനെയാണ്? ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കണം. ദിവസം ഇഷ്ടം പോലെ വെള്ളം വേണം. വെള്ളം ഇല്ലെങ്കിൽ ശരിയാവും. സാധാരണ പിന്നെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജാതി വയ്ക്കാൻ പറ്റുമോ? നമുക്ക് വെള്ളം കിട്ടുന്നിടത്ത് ഈ ജാതിയെ കൊണ്ട് ഫലമുള്ളൂ. വെള്ളമില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ വളപ്രയോഗ രീതികൾ? വളം നമുക്ക് ചാണകം, എല്ലുപൊടി, അല്ലാത്ത വളം എല്ലാം ഇടും. ചാണകപ്പൊടി, എല്ലുപൊടി, നല്ലപോലെ ചാണകം ഇടണം. ചാണകമാണ് ഏറ്റവും നല്ലത്. ചേച്ചി, ഇത് പാകമായാൽ എങ്ങനെയാണ് അറിയുന്നത്? ഈ ഇങ്ങനെ പൊട്ടി കീറുമ്പോഴാണ് വിളഞ്ഞെന്നറിയുന്നത്. അത് നമ്മള് പിന്നെ അത് പറിക്കാം. അത് വിളഞ്ഞെന്ന് ഇങ്ങനെ അറിയാം. അത് എടുത്തിട്ട് നമ്മള് ഈ തോട് ഇങ്ങനെ എടുത്ത് അച്ചാറിടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതാണ് ജാതിപത്രി. ഇതും അതിന്റെ കുരു. അപ്പൊ ഇത് ഒരു ജാതിയുടെ 3 സാധനങ്ങൾ ഉപയോഗിക്കാം. ഇത് അച്ചാറിടേണ്ടവർക്ക് അച്ചാറിടാം. അച്ചാറിടാൻ എടുത്ത് കൊണ്ടുപോകും. പിന്നെ ഇതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത്. ഏറ്റവും വില കൂടുതൽ പത്രിക. അപ്പൊ ഇത് എത്ര ദിവസം? ഒരു 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും? നല്ല വെയിലുണ്ട്, 2 ദിവസം കൊണ്ട് നമുക്ക് ഉണക്കി എടുക്കാം. വെയിലില്ലേലും ഉണക്കാം. നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന പാത്രത്തിന്റെ പുറത്തോട്ട് വെച്ചാൽ നമുക്ക് ഉണക്കിയെടുക്കാം. മഴയാകുന്ന സമയത്ത് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ഉണക്കുന്നു. ഈ ജാതി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നട്ടു കഴിഞ്ഞാൽ അത് അധികം തെങ്ങിന്റെ തടവെടുക്കുന്ന പോലെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. മണ്ണ് എപ്പോഴും നടി നിൽക്കണം. വെള്ളം ഒഴിക്കണം. നമ്മൾ മേളിൽ നിന്ന് വേരൊക്കെ അറ്റു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിലോട്ട് അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ വേണം. അല്ലാതെ നമുക്ക് വളവിടുന്നതിന് ശകലം ഇതേ എടുക്കാവുള്ളൂ. കൂടുതൽ എടുത്തിന്റെ പേര് പറയാൻ പിന്നെ തണുപ്പിട്ട് കൊടുക്കണം. തൊണ്ടൊക്കെ നിരത്തി കൊടുത്താൽ മതി. അടി ഞങ്ങൾക്ക് തണുപ്പ് കിട്ടും. പിന്നെ വെള്ളം മേളിലും അങ്ങോട്ട് ഒഴിച്ചു പോകും. തണുപ്പ് വെള്ളമില്ല ഒക്കത്തില്ല സാറേ. അടി തൊണ്ടാ അടി വെച്ചിട്ട്. ഇത് നമുക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമല്ലോ? നമുക്ക് തെങ്ങിന്റെ ഇടക്ക് ചെയ്യാൻ പറ്റില്ല? അതങ്ങനെ പറ്റത്തില്ല സാർ. നമ്മൾ അല്ലാതെ അങ്ങനെ ചെയ്യുന്നില്ല. ഇല്ല, ഞങ്ങൾ അല്ലാതെ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ തെങ്ങ് 3-4 ദൂരെയൊക്കെ ഉണ്ട് അപ്പുറത്ത് വെച്ചാൽ. കാരണം വെച്ചാലേ ഇത് സാധാരണ ഞാൻ ഒരു ജാതി കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ 5 വർഷമായ ജാതിയാണ്. പക്ഷെ ഇത്രയും വലുതായിട്ടുള്ള ഒരു കായ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു കൗതുകം തോന്നി ഞാനൊരു വീഡിയോ എടുക്കുന്നത്. സാറേ, അത് നമ്മളങ്ങനെ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കൊണ്ടോ കായ്ച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ അതിന് വളം കൊടുക്കും. പിന്നെ ഈ ഇല വരെ നമുക്ക് ഇതിന്റെ ഉപയോഗമാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇല അത് ഇവിടുന്ന് അത് അവർക്ക് കൊളസ്ട്രോളും പ്രഷറും എല്ലാ അസുഖവും ഉണ്ട്. അപ്പൊ ആരോ ഡോക്ടേഴ്സാണോ ആരോ പറഞ്ഞു കൊടുത്ത് ഈ ജാതിയുടെ ഇല പറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് അതിന് നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് വന്ന് കൊണ്ടുപോവുക. പിന്നെ നമ്മള് ഇത് നോക്കിയത് കൊണ്ടാണ് പെട്ടെന്ന് ഇത് കായ്ച്ചത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 ജാതിയെ കായ്ച്ചിട്ടുള്ളൂ. ഇവിടെ ഒരെണ്ണേ കായ്ച്ചുള്ളൂ. ഒന്നാണ് ഇത് കായ്ച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയാണ്ട് ഇത് കുറവാണ്. അതിന്റെ ഇഷ്ടം പോലെ കായ ഉണ്ടായിരുന്നു. സാധാരണ ഒരു ജാതി നടുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ചില കർഷകർ പറയുന്നത് ഒരു വർഷം ഒരു ജാതിയിൽ നിന്ന് മിനിമം ഒരു 500-നും ഒരു 700-നും ഒക്കെ ഇടക്ക് കിട്ടാറുണ്ട്.
മിനിമം ഒരു 500 കിട്ടണം. കിട്ടിയാൽ മാത്രമേ നമുക്ക് 500 ലാഭം. നമുക്ക് മേളിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കിട്ടിയിട്ടുണ്ട്. ഇത് കുറവാ. കഴിഞ്ഞ വർഷമായിരുന്നു കായ ഉണ്ടായിരുന്നു. ഈയാണ്ട് കുറവ്. ഈയാണ്ട് ഈ കുറെ ചൂട് കൊണ്ടായിരിക്കും കുറെ പൊഴിഞ്ഞു പോയി. പിന്നെ ഇഷ്ടം പോലെ ഇവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി ചെയ്തിട്ടുള്ള ജാതി എന്ന് പറഞ്ഞ എല്ലാം ഒട്ട് ജാതിയല്ലേ വെച്ചേക്കണത്? ആണല്ലേ. പിന്നെ ഇനി കായ്ക്കാനുള്ളത് അപ്പുറത്തെ അപ്പൊ ചെറിയ ചെറിയ ജാതിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് വേറെ ചില പച്ചക്കറികളൊക്കെ എല്ലാ പച്ചക്കറികളും വീട്ടാവശ്യത്തിന് പച്ചക്കറികളും ചീരയും എല്ലാം നമ്മുടെ ആവശ്യത്തിനുണ്ട്. പച്ചമുളകും അങ്ങനെയൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. വാഴയൊക്കെ ഉണ്ട്. വാഴ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? കിഴങ്ങ് ചേന നട്ടതേ ഉള്ളു. കിഴങ്ങാട് ഇപ്പം നടാൻ ഒരുങ്ങുന്നതല്ല ഉള്ളല്ല. സമയമായി. ചേന പിന്നെ മുന്നേ നട്ടു. പിന്നെ വാഴ എത്തവാഴയും ഞാലിപ്പൂവനും വളയന്തോടൻ കണ്ണംകൊല എല്ലാം ഉണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കായ അതിനേക്കാളും വലുതാണോ ചെറുതായാണോ? ഇത് കഴിഞ്ഞ വർഷത്തില് വലിയ കായുമായിരുന്നു. ഒരുപാട് കായും ഉണ്ടായിരുന്നു. നിറയെ കായെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം ഇങ്ങനെ ഉറുങ്ങല് പോലെ കിടക്കും. അത് സംബന്ധിച്ച് ഈ പ്രാവശ്യം കുറവാണ്. ഇത് കണ്ടില്ലേ, ജാതി നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നത് കണ്ട. നല്ല വലിയ കായാണ് എല്ലാം. ധാരാളം കായ്ക്കളും ഉണ്ട്. നല്ല ഇലയ്ക്കൊക്കെ നല്ല മരത്തിന് നല്ല വലിപ്പമുണ്ട്. അതായത് നല്ല കാലാവസ്ഥയും ആവശ്യത്തിനുള്ള വളവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജാതി നല്ല രീതിയിൽ നമുക്ക് ഉൽപാദനം തരും. കൂടുതൽ വെയിലേൽക്കാവുന്ന സ്ഥലത്ത് നടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ചെറിയ ഒരു തണുപ്പ് ആഗ്രഹിക്കുന്നതാണ് ജാതി. ഏത് സമയത്തും നമുക്ക് നല്ല വിളവ് തരും. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതിക്ക് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ പരിചരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ജാതി കൃഷി ചെയ്യാൻ സാധിക്കും. ജാതി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജാതി വയ്ക്കുമ്പോൾ ഒട്ടു ജാതി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ജാതി സീഡ്ലിങ്സ് കിളുത്തതാണെങ്കിൽ അതിനകത്ത് ആണും പെണ്ണും ഉണ്ടാകും. അപ്പോൾ നട്ടു വരുമ്പോൾ ചിലപ്പോൾ ആണാണെങ്കിൽ അത് കായ്ക്കത്തില്ല, പെൺജാതി മാത്രമേ കായ്ക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൈ റേഞ്ച് പ്രദേശങ്ങളിലാണ് കൂടുതൽ ജാതി നടുന്നതെങ്കിലും ഏത് കാലാവസ്ഥയിലും ഏത് സ്ഥലത്തും ജാതി കൃഷി ചെയ്യാൻ സാധിക്കും. ജാതി ഇടവിള കൃഷിയായും ചെയ്യാവുന്നതാണ്. സാധാരണ 4 തെങ്ങ് നടുന്നതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ജാതി നടുന്നതിൽ തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ തെങ്ങുകൾ തമ്മിൽ 7.5 മീറ്റർ അകലത്തിലാണല്ലോ നടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ജാതി നടുന്നതിൽ തെറ്റില്ല. ജാതി നട്ട് ഒരു 2 മാസം ആകുമ്പോഴത്തേന് ഇലകളിൽ ബോഡോ മിശ്രിതം തളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ ബോഡോ പേസ്റ്റ് തടിയിൽ ഇടുമേലിങ്ങനെ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ജാതിയിൽ നിന്ന് നമ്മൾക്ക് ഒരു വർഷം ഏകദേശം ഒരു 5000 രൂപയുടെ ജാതിക്കെങ്കിലും കിട്ടും. അപ്പൊ നമ്മൾ 10 ജാതി വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000 രൂപ കിട്ടും. അപ്പൊ നമ്മളൊരു 20 ജാതി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രം നമുക്ക് ഒരു വർഷം 1,00,000 രൂപ ലഭിക്കും. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുരുമുളക് കൃഷിയും ഒട്ടുമാവും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ സംയോജിത കൃഷിയും സമ്മിശ്ര വളപ്രയോഗമാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്കൊരു ജാതിക്ക പറിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, അതാണ്ട് പൊട്ടി നിപ്പുണ്ട്. ഇതിന്റെ മാംസള ഭാഗം നമുക്ക് ചമ്മന്തി അരയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. കണ്ടോ, ഇതാണ് അതിന്റെ ജാതിപത്രി. സൂപ്പർ ആയിട്ടുണ്ട്. സർല ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ നമ്മളുടെ ജാതിയെ കുറിച്ചുള്ള. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.